നാലാമത്തൊരു ചോദ്യം, തൂണുകളുള്ള സഫിൽ നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? പല സ്ഥലങ്ങളിലും തൂണുകളുള്ള പള്ളികൾ കാണാൻ കഴിയും. ആ പള്ളിയിൽ തൂണുള്ള സഫിൽ നിൽക്കുന്നതായിട്ട് നിസ്കരിക്കുന്നതായിട്ടും കാണാൻ കഴിയും. അതിൻ്റെ ഹുക്കം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ അധിക പള്ളികളിലും കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണ് സഫുകൾക്കിടയിൽ തൂൺ എന്നുള്ളത്. യഥാർത്ഥത്തിൽ തൂണുകൾക്കിടയിൽ നിസ്കരിക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ്, നിരോധിക്കപ്പെട്ടതാണ്. അതിന് കാരണം അത് സഫിനെ മുറിച്ച് കളയുന്നു എന്നുള്ളതാണ്, സഫിൻ്റെ ചേർച്ച ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. മുആവിയത്ത് ബിൻ ഖുർറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ്. ഇമാം അൽബാനി റഹിമഹുല്ലാ സഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. കുന്ന നുൻഹ അൻ നസുഫ ബൈന സവാരി, തൂണുകൾക്കിടയിൽ സഫ് കെട്ടി നിൽക്കുന്നതിനെ നമ്മൾ നിരോധിക്കപ്പെടുമായിരുന്നു, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് നിരോധിച്ചിരുന്നു. അലാ അഹ്ദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ കാലത്ത് നമ്മൾ നിരോധിക്കപ്പെടുമായിരുന്നു. വനുത്രദു അൻഹാ തറദ, അങ്ങനെ നിന്നാൽ അവിടെ നമ്മൾ നീക്കപ്പെട്ടിരുന്നു. ആ സഫ് എന്ത് ചെയ്യുമായിരുന്നു? സഹാബാക്കൾ നീക്കി അടുത്ത സഫ് കെട്ടുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ഹമീദ് ബിൻ മഹ്മൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉപ്പയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സല്ലൈന ഖൽഫ അമീരിൻ മിനൽ ഉമറാഇ, നമ്മളൊരു അമീറിൻ്റെ പിറകിൽ നിസ്കരിച്ചു. ഒരു രാജാവിൻ്റെ ഉമവി കാലഘട്ടത്തിൽ ഒരു ഭരണാധികാരിയുടെ പിറകിൽ നിസ്കരിച്ചു. ഫൽതറനന്നാസു ഫസല്ലൈന ബൈന സാരിയതൈൻ, ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി രണ്ട് തൂണുകൾക്കിടയിലുള്ള സഫിൽ നിസ്കരിക്കാൻ നമ്മളെ നിർബന്ധിപ്പിച്ചു. നമുക്ക് തിരക്ക് കാരണം അവിടെയാണ് സ്ഥലം കിട്ടിയത്. ഫലമ്മ സല്ലൈന, നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ, നിസ്കാരം പൂർത്തീകരിച്ചപ്പോൾ, ഖാല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമ്മളോട് പറഞ്ഞു, കുന്നാ നത്തഖി ഹാദാ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് നമ്മൾ ഈ കാര്യം സൂക്ഷിക്കുമായിരുന്നു, അത് ചെയ്യാതെ മാറി നിൽക്കുമായിരുന്നു. അഥവാ രണ്ട് തൂണുകൾക്കിടയിലുള്ള നിസ്കാരം, തൂണുള്ള സഫിൽ നിസ്കരിക്കുന്നത് നമ്മൾ സൂക്ഷിക്കുമായിരുന്നു എന്ന് ഹദീസിൽ വന്നതായിട്ട് കാണാൻ കഴിയും. ഇബ്നുൽ മുഫ്ലിഹ് റഹിമഹുല്ലാ അദ്ദേഹം ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, വയുക്റഹു ലിൽ മഅ്മൂമി അൽ വുഖൂഫ് ബൈന സവാരി, തൂണുകളുള്ള സഫിൽ നിൽക്കൽ മഅ്മൂമിങ്ങൾക്ക് കറാഹത്താണ്, അത് മക്റൂഹാക്കപ്പെട്ടതാണ്, നിരോധിക്കപ്പെട്ടതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞു, ലിഅന്നഹാ തഖ്തഉ സുഫൂഫ്, കാരണം ആ തൂണുകൾ സഫുകളുടെ ചേർച്ച മുറിച്ച് കളയുന്നതാകുന്നു, ഇല്ലാതാക്കുന്നതാകുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൂണുകളുള്ള സഫിൽ നിസ്കരിക്കാതിരിക്കലാണ്, മാറി നിൽക്കലാണ് സുന്നത്തനുസരിച്ചുള്ള സഫിൻ്റെ രൂപം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞു, ഇനി പള്ളിയിൽ ജനങ്ങൾ അധികരിച്ചു, ജുമുഅ അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം പോലുള്ള പ്രത്യേക ദിവസങ്ങളിൽ പള്ളിയിൽ അമിതമായിട്ട് ആൾക്കാർ വരും. ആ സമയത്ത് പള്ളിയിൽ ഇടുക്കമുണ്ടാവും, തിരക്കുണ്ടാവും. ആ സമയത്ത് തൂണുകളുള്ള സഫിൽ നിസ്കരിക്കൽ അനുവദനീയമാണ്, അത് സഹീഹാണെന്നും അതും ആ സമയത്ത് മക്റൂഹല്ല എന്നുള്ള വിഷയത്തിൽ ഇജ്മാ വരെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ തിരക്കുള്ള സമയത്ത് തൂണുകളിലുള്ള സഫിൽ എന്ത് ചെയ്യാം? സഫ് കെട്ടാം. അതല്ലാത്ത സമയത്ത് വിശാലമായ സ്ഥലമുള്ളതാണെങ്കിൽ തൂണുകളുള്ള സഫിൽ നിസ്കരിക്കൽ അത് നിസ്കാരത്തിന് ഭംഗം വരുത്തുന്നതാണ്, അത് മക്റൂഹാണെന്നാണ് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.